അതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. പിന്നെ ആവശ്യം വന്നാൽ അവസാനം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണത് കാണാം. അതിലേക്ക് ഈ ഉടച്ചു വെച്ച വഴുതനങ്ങയുടെ പേസ്റ്റ് ഇടണം. പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വല്ലാതെ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയുടെ ഇല അല്ലെങ്കിൽ സിലാൻട്രോ ചേർക്കാം. അതെത്ര വേണമെങ്കിൽ ചേർക്കാം. ഞാനൊരു 1/4 കപ്പാണ് എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ആ മല്ലിയുടെ ഇലയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാൻ പോവുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല മേലെ ഇങ്ങനെ വെതറിയിട്ട് ഒന്ന് ഇളക്കി